ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ പേജുകൾ പുറത്തുവിടുന്നത് അനിശ്ചിതത്വം. ഒളിപ്പിച്ചുവെച്ച വിവരങ്ങൾ പുറത്തുവിടണമെന്ന അപ്പീലിൽ വിവരാവകാശ കമ്മീഷൻ തീരുമാനം പിന്നീടത്തേക്ക് മാറ്റി. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിഗണിച്ച ശേഷം പുറത്തുവിടാമെന്നുമാണ് പുതിയ നിലപാട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ രാവിലെ 11-ന് ഉത്തരവിറക്കുമെന്നായിരുന്നു അറിയിപ്പ്. അതനുസരിച്ച് അപ്പീൽ നൽകിയവരും മാധ്യമങ്ങളും വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി. 11:15 ഇന്ന് ഉത്തരവുണ്ടാകില്ലെന്ന് അറിയിപ്പുണ്ടായി. ആരാണ് പരാതിക്കാരെന്നോ എന്താണ് പരാതിയെന്നോ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ പറയുന്ന ഏത് വിവരവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റ് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട്. അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടാൻ പോകുന്നത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരം അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാറില്ല. ഞങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്? റിപ്പോർട്ടിലെ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ നിലപാട്. അക്കാര്യത്തിൽ ഖേദപ്രകടനത്തിന് തയ്യാറായെന്നും സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് കമ്മീഷൻ വീണ്ടും റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിച്ചത്. ഒഴിവാക്കിയ 101 ഖണ്ഡിക പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീമിന് ഉത്തരവിടുമെന്നായിരുന്നു സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.